ഓക്കെ, ഫോട്ടോ മാനിപ്പുലേഷൻ നോക്കാം. അപ്പോൾ നമ്മളെ ന്യൂ ഫയൽ സൈസ് എന്ന് പറയുന്നത് നമ്മളെപ്പോഴും ഫോട്ടോ മാനിപ്പുലേഷൻ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിനെ അനിമേറ്റ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആക്ച്വലി നമ്മൾ ചെയ്യുന്ന ഫോട്ടോ മാനിപ്പുലേഷൻ. അത് നമ്മൾ ഒരു മാറ്റ് പെയിൻറ്റിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. മാറ്റ് നമ്മൾ വലുതായിട്ട് പെയിൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാറ്റ് പെയിൻറ്റിംഗ് എന്നും പറയാം ഫോട്ടോ മാനിപ്പുലേഷനിൽ തന്നെ. അപ്പോൾ ഞാൻ എടുക്കുന്ന ഒരു ഫോർമാറ്റ് എന്ന് പറയുമ്പോൾ ഒരു ഫിലിം ആൻഡ് വീഡിയോയ്ക്ക് 1080 അടുത്ത് അത്ര ക്വാളിറ്റിയിൽ സംഭവം കിട്ടും. അതാകുമ്പോൾ നമുക്ക് വീഡിയോ ഫോർമാറ്റിലോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഞാൻ ക്രിയേറ്റ് കൊടുക്കുകയാണ്. ഇതിൻ്റെ 1920x1080 ക്രിയേറ്റ് കൊടുത്തു. എന്നിട്ട് ഞാൻ ഫയൽ പ്ലേസ് കൊടുക്കുക, പ്ലേസ് ലിങ്ക്ഡ്. എന്നിട്ട് ഞാൻ Ctrl+V അടിച്ചു. ഓക്കെ, അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് നമ്മളെ കയ്യിലുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇമ്പോർട്ട് ചെയ്യാം. ഞാനിതെല്ലാം 1 2 3 എന്ന് പറഞ്ഞാൽ ഓരോ ഓർഡറിൽ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഓരോ പിക്ചർ ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു ബാക്ക്ഗ്രൗണ്ട് പ്ലേസ് ചെയ്യുകയാണ് ഇങ്ങനെ. ഓക്കെ, ഈ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ പ്ലേസ് ചെയ്തു. അപ്പോൾ ഒരു പ്രോബ്ലം ഉള്ളതെന്ന് പറഞ്ഞാൽ എന്താണ്, പകുതിയേ ഉള്ളൂ അല്ലേ ബാക്ക്ഗ്രൗണ്ട്. നമ്മൾ അതിനെ ജസ്റ്റ് ഡ്രാഗ് ചെയ്തിട്ട് മാക്സിമം അങ്ങ് വലുതാക്കുക. ഓക്കെ, ആ പ്രപ്പോർഷൻ അനുസരിച്ച് അതിനങ്ങ് വലുതാക്കുക. നിങ്ങൾ എത്ര ഭാഗം കാണണം ആ രീതിയിൽ നിങ്ങൾ അതിനങ്ങ് വലുതാക്കുക. ഞാനിപ്പോൾ Ctrl- അടിച്ചിട്ട് ഒന്നും കൂടെ അതിനെ ഫിക്സ് ചെയ്യുക. Ctrl+T അടിക്കുന്നു, സ്വല്പം കൂടെ അങ്ങ് വെച്ചിട്ട് അതിനങ്ങ് ഫിക്സ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് റാസ്റ്ററൈസ് ചെയ്തേക്കുക അല്ലേ, അതിൽ നല്ല റാസ്റ്ററൈസ് ചെയ്തേക്കാം. ഇതിനാണെങ്കിൽ സ്വല്പം കൂടെ ഒന്ന് മുകളിലോട്ട് പൊക്കാം. റൈറ്റ് ക്ലിക്ക്, ദെൻ റാസ്റ്ററൈസ് ലെയർ. ഓക്കെ, അടുത്തത് ഫയൽ പ്ലേസ് ലിങ്ക്ഡ്. നെക്സ്റ്റ് വൺ ഗ്രാസ് നമുക്ക് പ്ലേസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഗ്രാസിന് ഇവിടെ പ്ലേസ് ചെയ്യുമ്പോൾ മെയിനായിട്ടുള്ള നമ്മുടെ ചലഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്, കളറാണ് മെയിനായിട്ടുള്ള ചലഞ്ച്. ഓക്കെ, അപ്പോൾ നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് റാസ്റ്ററൈസ് ലെയറിൽ പോവുക. ഇമേജിൻ്റെ അകത്ത് അഡ്ജസ്റ്റ്മെൻറ്റ്സിൻ്റെ അകത്ത് ഏതാണ് മാച്ച് കളർ ക്ലിക്ക് ചെയ്യുന്നു. നണ്ണ് മാറ്റിയിട്ട് അൺടൈറ്റിൽഡ് ആക്കുന്നു. ഗ്രാസിനെ ഞാൻ മാറ്റുക, ബാക്ക്ഗ്രൗണ്ടിലോട്ട് മാറ്റാം. ഇതാ, ഇത് മാറ്റരുത് കാരണം ഇത് വൈറ്റിലോട്ട് പോകും. ബാക്ക്ഗ്രൗണ്ട് ഏതാണ്, 1 ആണ് ബാക്ക്ഗ്രൗണ്ട്. ഓക്കെ, ഞാൻ ഓക്കെ കൊടുത്തു. അപ്പോൾ വീണ്ടും നമുക്കതിനെ സ്വല്പം അങ്ങോട്ട് ട്വീക്ക് ചെയ്യാം കേട്ടോ. ഇങ്ങനെ മാറ്റി വെച്ചിട്ട് Ctrl+T ഒക്കെ അടിച്ചിട്ട് നമുക്കതിനെ സ്വല്പം അങ്ങോട്ട് ട്വീക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ എഡ്ജിൽ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട് അല്ലേ. എഡ്ജിലാണ് നമ്മുടെ മെയിനായിട്ടുള്ള പ്രോബ്ലംസ്. അപ്പോൾ ഈ എഡ്ജ് നമുക്ക് കറക്റ്റ് ചെയ്യണം. അപ്പോൾ എഡ്ജ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടൂൾസ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഏതൊക്കെ ടൂൾസ് ഉപയോഗിക്കാം. നമ്മുടെ മെയിനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ക്ലോൺ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ നമുക്ക് എന്ത് പാച്ച് ടൂൾ ഉപയോഗിക്കാം, സ്പോട്ട് ഹീലിയം ബ്രഷ് ടൂൾ ഉപയോഗിക്കാം, ഏത് വേണം നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ ഹീലിയം ബ്രഷ് ടൂൾ ആണെങ്കിൽ ഓൾട്ട് ഹോൾഡ് ചെയ്തിട്ട് ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ ക്ലിക്ക് ചെയ്തേ, ഈ ഒരു പൊസിഷൻ ക്ലിക്ക് ചെയ്തിട്ട് പതുക്കെ ആ ഒരു ഏരിയക്കകത്ത് വെച്ച് കൊടുക്കുക. അപ്പോൾ അങ്ങനെ നമുക്ക് ഏതൊക്കെ ഏരിയക്കകത്ത് നമുക്ക് വെക്കണം ആ ഏരിയ കംപ്ലീറ്റ് നമുക്ക് അതിനെ ഫിക്സ് ചെയ്യുക. ഓൾട്ട് ഹോൾഡ് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്യുക, അവിടെ പേസ്റ്റ് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക, പേസ്റ്റ് ചെയ്യുക. ഇങ്ങനെ നമുക്ക് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ എന്താണ് മാർഗം, നമ്മൾ പാച്ച് ടൂളുണ്ട്. പാച്ച് ടൂൾ വെച്ചിട്ട് നമ്മുടെ ഈ ഒരു പോർഷൻ സെലക്ട് ചെയ്യുന്നു, അതിൻ്റെ അകത്ത് ഡെസ്റ്റിനേഷൻ ആക്കി കൊടുക്കുക, ഇതിനെ സെലക്ട് ചെയ്യുക, അവിടെ വെച്ചിട്ട് ഫിക്സ് ചെയ്യുക. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ നമുക്ക് എഡ്ജ് ക്ലിയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഏതായാലും എഡ്ജ് നമ്മൾ എന്തായാലും മസ്റ്റായിട്ട് ക്ലിയർ ചെയ്തിരിക്കണം. ഇതിൻ്റെ എഡ്ജ് മസ്റ്റായിട്ട് നമ്മൾ ക്ലിയർ ചെയ്തിരിക്കണം. അപ്പോൾ ഞാൻ സാധാരണ ഒരു ക്ലോൺ സ്റ്റാമ്പ് ടൂൾ എടുത്തിട്ട് അതിന് സ്വല്പം അങ്ങ് കുറച്ചു. എന്നിട്ട് നല്ലോണം സൂം ചെയ്ത് വെച്ചിട്ട് ഓൾട്ട് ഹോൾഡ് ചെയ്തിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്തു. ഓക്കെ, ഇങ്ങനെ നമുക്ക് ആ ഒരു ആക്ച്വലി ആ ഒരു പുല്ല് നിൽക്കുന്ന ആ ഒരു ഏരിയ ഉണ്ടല്ലോ, ഗ്രാസ് നിൽക്കുന്ന ഏരിയ ഉണ്ടല്ലോ, അത് കറക്റ്റ് അവിടെ വെച്ചങ്ങ് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. അതാകുമ്പോൾ നമുക്കൊരു പ്രശ്നമില്ല. ഗ്രാസ് അവിടെ വളർന്ന് നിൽക്കുന്ന ഒരു ഫീൽ നമുക്ക് കിട്ടും. ഇതാ, അല്ലാതെ അത് ബ്ലാങ്ക് ആയിട്ട് ഇടരുത്. ഓക്കെ, മാക്സിമം ആ ഏരിയ കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്യുക. ജസ്റ്റ് സെലക്ട് ചെയ്യുക. ആ ഒരു ലൈൻ ഉണ്ടല്ലോ, ആ ലൈൻ അവിടെ കാണാൻ പാടില്ല, അത്രേ ഉള്ളൂ. സെലക്ട് ചെയ്യുക. മാക്സിമം ലൈൻസ് ഒഴിവാക്കുക. ഓക്കെ, ഏകദേശം അങ്ങനെ പെയിൻറ്റ് ചെയ്താൽ ശരിയാകത്തില്ല. പതുക്കെ പെയിൻറ്റ് ചെയ്ത് വിടുക. ഓക്കെ, ഏകദേശം ആയിട്ടുള്ളൂ. നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുക.
ഇപ്പോൾ ആ ഒരു ഇത് മാറിയിട്ടുണ്ട് അവിടെ നിന്ന്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഇതാണ് നമ്മൾ ഇത്ര എടുത്തിട്ടുള്ള സംഭവം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ കട്ട് ചെയ്യുക, കട്ട് ചെയ്തിട്ട് വീണ്ടും അങ്ങോട്ട് എന്ത് ചെയ്യുക, എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തൽക്കാലം ഞാൻ എക്സ്റ്റെൻഡ് ഒന്നും ചെയ്യുന്നില്ല, ഇവിടെ വെച്ചു. ഇനി ഞാൻ ഫയൽ പ്ലേസ് ലിങ്ക്ഡ്, ഇനി ഇതിൻ്റെ അകത്ത് നമുക്കൊരു 3 ഇമ്പോർട്ട് ചെയ്യാം. ഓക്കെ, 3 ഞാൻ അതാ ഇവിടെ വെച്ചേ, 3നെ ഞാൻ ഇവിടെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു. 3 നമുക്ക് എന്ത് കൊടുക്കാം, അതിന് മുമ്പ് റാസ്റ്ററൈസ് ലെയർ ലൂമിനോസിറ്റി കൊടുത്തു. ഓക്കെ, 3 നമുക്ക് ലൂമിനോസിറ്റി കൊടുക്കാം. ലൂമിനോസിറ്റി കൊടുത്തുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് എവിടെ വേണമെങ്കിലും ഈ 3നെ പ്ലേസ് ചെയ്യാം. കണ്ടോ, ഏത് ഭാഗത്ത് വേണമെങ്കിലും പ്ലേസ് ചെയ്യാം. അപ്പം ഞാൻ ഇവിടെ ഈ ഒരു ഭാഗമാണ് ഞാൻ പ്ലേസ് ചെയ്യുന്നത്. അതിന് മുമ്പ് ഞാൻ ഈ 3ൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി എടുത്ത്, എന്നിട്ട് ഞാൻ ഈ കോപ്പി താഴെ ഇട്ടു. എന്നിട്ട് ഞാൻ ഇതിൻ്റെ അകത്ത് 4_ സ്കെയിലിംഗ് എന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ്. ഇപ്പം എന്നിട്ട് ഞാനങ്ങ് ഹൈഡ് ചെയ്തു. അതിപ്പോൾ ഞാൻ ഒന്നും ചെയ്യുന്നില്ല തൽക്കാലം. എന്നിട്ട് ഈ ഒരു 3നെ ഇവിടെ ഇട്ടിട്ട് നമുക്ക് ഒന്ന് മാസ്ക് ചെയ്യാം. ഇവിടെ സെലക്ട് ചെയ്തിട്ട് മാസ്ക് ചെയ്തിട്ട് ഇവിടെ വൈറ്റും ഇവിടെ ബ്ലാക്കും. ബ്രഷ് ടൂൾ എടുക്കുക. ബ്രഷ് ടൂളിൻ്റെ അകത്ത് ഏതാണ്, സോഫ്റ്റ് റൗണ്ടഡ് ബ്രഷ്. എന്നിട്ട് ഞാൻ അതിനെ സ്വല്പം ഒന്ന് അതിൻ്റെ വലിപ്പം കുറച്ചു ഇതൊക്കെ പെയിൻറ്റ് ചെയ്ത് വിടുക. അത് പോയല്ലോ. ഓക്കെ, ഇനി ഇതിനെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയാം, ഇതിൻ്റെ ആവശ്യമില്ല. ഇതിൻ്റെ കോപ്പി എടുക്കാം, കാരണം നമ്മൾ മാസ്ക് ചെയ്തല്ലോ. ഇതിൻ്റെ കോപ്പി എടുക്കാം, എന്നിട്ട് ഇതിനെ BGയിലാക്കുക. സോ ഇതിൻ്റെ പേര് നമുക്ക് ഫോർ സ്കെയിലിംഗ് എന്ന് കൊടുക്കാം, ഫോർ സ്കെയിലിംഗ്. ഓക്കെ, എന്നിട്ട് ഞാൻ അതിനെ ഒന്ന് Ctrl+T അടിച്ചിട്ട് സ്വല്പം ഒന്ന് വലുതാക്കുക. ഇതിന് കണ്ടോ, സ്വല്പം ഒന്ന് വലുതാക്കി വെച്ചിട്ട് എൻ്റർ ചെയ്തു. എന്നിട്ട് ഫിൽറ്ററിൻ്റെ അകത്ത് ബ്ലറിൻ്റെ അകത്ത് ഗോസിയൻ ബ്ലർ. അത്രയും വേണ്ട, നമുക്ക് ആവശ്യത്തിന് മാത്രം. ഓക്കെ, അത് ഇനഫാണ് അല്ലേ. ഓക്കെ, അപ്പോൾ ആ ഒരു സംഭവമായി. ഇനി ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഒബ്ജക്ട്സിനെ പ്ലേസ് ചെയ്യാണ്. ഫയൽ പ്ലേസ് ലിങ്ക്ഡ്. ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് പ്ലേസ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ കാർ പ്ലേസ് ചെയ്യാം. സ്വല്പം ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തിട്ട് കാറിനെ ചെറുതാക്കിയിട്ട് സ്വല്പം കൂടെ ഒന്ന് വലുതാക്കാം. ഓക്കെ, ഏതാണ് നിങ്ങളുടെ പൊസിഷൻ, ആ ഒരു പൊസിഷനിലേക്ക് ഈ ഒരു കാറിനെ വെച്ച് അലൈൻ ചെയ്യുക. ഓക്കെ, അതിന് മുന്നേ നിങ്ങൾക്ക് ഇതിന് വേണമെന്നുണ്ടെങ്കിൽ Ctrl+T അടിച്ചിട്ട് എന്ത് ചെയ്യാം, സ്വല്പം കൂടെ അങ്ങോട്ട് മൂവ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇല്ലാന്നുണ്ടെങ്കിൽ കാറ് വയ്ക്കാനുള്ള ആ ഒരു ഏരിയ നമുക്ക് കിട്ടത്തില്ല, ആ ഗ്രാസ് ഏരിയ നമുക്ക് കിട്ടത്തില്ല. ഓക്കെ, ഞാൻ ഈ ഒരു കാറിൻ്റെ ഇവിടെ വെച്ച് കാറിനെ എടുത്ത് ടോപ്പിലിടുക. ദെൻ മാസ്ക് ചെയ്യുന്നു. ഇത് വൈറ്റ്, ഇത് ബ്ലാക്ക്. കണ്ടോ, അപ്പോഴേ ആ ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുള്ളൂ. ഈ ഒരു ഗ്രാസിൻ്റെ അകത്തിരിക്കുന്ന ഒരു ഫീൽ വരുള്ളൂ. അത് നിങ്ങളുടെ ചോയ്സ്, നിങ്ങൾക്ക് എത്രത്തോളം അതിന് അകത്തോട്ടാക്കണം അത്രത്തോളം ആക്കാം. അത് ഫുള്ളായിട്ട് ആക്കി കഴിഞ്ഞാൽ അത് ഒരു ഫീൽ വരത്തില്ല. ആ ഒരു എഡ്ജൊന്നും ആക്കണ്ട, ഈ ഒരു എഡ്ജ് മാത്രം. ഒരുപാട് ആക്കണ്ട, സ്വല്പം ആ ഒരു റാൻഡമായിട്ട് ചെയ്യുക. അപ്പോഴത്തേക്കും ആ ഒരു കറക്റ്റ് ഫീൽ വരും. ഇനി ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതിലോട്ടായി കഴിഞ്ഞു. ഇനി ഫയൽ പ്ലേസ് ലിങ്ക്ഡ്. ഇനി ഇതിൻ്റെ അകത്തൊരു ക്യാരക്ടറുണ്ട്. ക്യാരക്ടറിൻ്റെ അടുത്ത് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. ഷിഫ്റ്റ് ഓൾട്ട് ഹോൾഡ് ചെയ്തിട്ട് നല്ലവണ്ണം ചെറുതാക്കുന്നു. ഇവിടെ വെച്ച് കൊടുക്കുക, മുകളിൽ വെച്ച് കൊടുക്കുക. ഒന്നും കൂടെ Ctrl+ അടിക്കാം. പിന്നെ കറക്റ്റ് ആ ഒരു എഡ്ജിൽ വെച്ച് കൊടുക്കുക. ഓക്കെ, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മാസ്ക് ചെയ്യാം. ഈ ഒരു എഡ്ജ് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ ഒന്നുമില്ല, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, റാസ്റ്ററൈസ്, ദെൻ മാസ്കിൻ്റെ അകത്തേക്ക് സ്വല്പം ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇവിടെ അങ്ങ് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഒരു എഡ്ജ് അങ്ങ് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവ അങ്ങ് അപ്പുറത്തായിക്കോളും. കണ്ടോ, കാറിൻ്റെ അപ്പുറത്തെ സൈഡിലായിക്കോളും. വളരെ മൈന്യൂട്ടായിട്ട് പെയിൻറ്റ് ചെയ്യുക. എഡ്ജ് നല്ലവണ്ണം കുറയ്ക്കുക, വളരെ മൈന്യൂട്ടായിട്ട് പെയിൻറ്റ് ചെയ്യുക. വേണമെങ്കിൽ ഒപ്പാസിറ്റി കുറച്ചാലും കുഴപ്പമില്ല. ഇങ്ങനെ ആയിപ്പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ല. തിരിച്ച് പതുക്കെ ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു ഇത് കുറച്ച് പതുക്കെ ഈ ഒരു എഡ്ജിൻ്റെ മുകളിൽ കൊണ്ടുവയ്ക്കുക. Ctrl- അടിക്കുക. കണ്ടോ, അപ്പോൾ അത് അവിടെ കറക്റ്റായിട്ട് നിൽക്കുന്നൊരു ഫീൽ കിട്ടി. ഓക്കെ, അപ്പോൾ ഇത് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നൊരു ഫീലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫയൽ പ്ലേസ് ലിങ്ക്ഡ്, ആ ഒരു ഫയറാണ് എനിക്ക് അടുത്ത് വേണ്ടത്. സോ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഫയർ പ്ലേസ് ചെയ്യാനുള്ള ഒരു ഒബ്ജക്റ്റ് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. അതായത് 2 എണ്ണം ഉണ്ട്. അപ്പോൾ ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഒന്നുകിൽ ഇത് അല്ലെങ്കിൽ ഇത്. ഇപ്പോൾ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് സ്കെയിൽ ചെയ്യാം.
പിന്നെ നമുക്ക് ഡ്രാഗ് ചെയ്തിട്ട് ഇവിടെ വയ്ക്കാം. ഓക്കെ, ഇതിന് ഈ ഒരു ഏരിയക്കകത്ത് വയ്ക്കാം. ഓക്കെ, അതിൻ്റെ ടോപ്പിൽ ഫയൽ എപ്പോഴും ഫസ്റ്റ് സെലക്ട് ചെയ്യുക കേട്ടോ. ഫസ്റ്റ് ലെയർ ഫയൽ പ്ലേസ് ലിങ്ക്ഡ്, ആ ഒരു ഫയറിൻ്റെ ഒബ്ജക്റ്റും കൂടെ ഞാൻ അതിലോട്ട് വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ബ്ലെൻഡ് ചെയ്തിരിക്കുന്ന ഒരു ഫീൽഡ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അത് വേണമെങ്കിൽ വെച്ചാൽ മതി, നിർബന്ധമൊന്നുമില്ല. രണ്ടും ഇങ്ങനെ ഇരിക്കുന്നു എന്നേ ഉള്ളൂ. ഓക്കെ, ഇനി എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഇതിനെ രണ്ടിനെയും കൂടെ ഞാനങ്ങ് മെർജ് ചെയ്യാം. ഓക്കെ, കാരണം ഇത് രണ്ടും ഒറ്റ ഒബ്ജക്റ്റ് ആക്കാം. കൺട്രോൾ ഇ ഫോർ മെർജ്. ഓക്കെ, എന്നിട്ട് മാസ്ക് ചെയ്യുക. ഇതും എന്താണ്, ആ ഒരു ഗ്രാസിൻ്റെ അകത്തിരിക്കുന്ന ഫീല് വരണം. സോ ഇതിനെ ബ്രഷ് ടൂൾ എടുത്തിട്ട് ഇവിടെ സെലക്ട് ചെയ്യുക, വൈറ്റിനെ ബ്ലാക്ക് ആക്കുക, ബ്രഷ് എടുക്കുക, പെയിൻറ്റ് ചെയ്യുക. ഓക്കെ, വളരെ മൈന്യൂട്ടായിട്ട് കണ്ടോ, അവിടെ ആ ഒരു ഗ്രാസിൻ്റെ അകത്തിരിക്കുന്ന ഒരു ഫീൽ കിട്ടി. ഓക്കെ, വീണ്ടും ഫയൽ പ്ലേസ് ലിങ്ക്ഡ്. ഇനി നമുക്ക് ഫയർ വയ്ക്കാം. ഓക്കെ, ഫയർ വയ്ക്കുന്ന സമയത്ത് നമ്മൾ മെയിനായിട്ടും എന്ത് ചെയ്യുക, ഈ ബ്ലാക്ക് കട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, റൈറ്റ് ക്ലിക്ക്, റാസ്റ്ററൈസ് ലെയർ എങ്ങനെ കട്ട് ചെയ്യാം, സ്ക്രീൻ ആക്കുക. ബ്ലാക്ക് എന്തായിരുന്നാലും നമുക്ക് എന്ത് ചെയ്യാം, സ്ക്രീൻ ആക്കാം. കട്ട് ചെയ്തു, ഞാൻ കട്ട് ചെയ്തിട്ട് ഈ ഒരു ഒബ്ജക്റ്റിന് ഇവിടെ വെച്ചു, കൺട്രോൾ ടി അടിച്ചു. എത്രത്തോളം നിങ്ങൾക്ക് അതിൻ്റെ എമിഷൻ കൂട്ടി അത് കാണിക്കണം അത്രത്തോളം നമുക്കതിനെ എഡ്ജിനെ വലുതാക്കാം. ഓക്കെ, ഒന്നുകൂടെ കൺട്രോൾ ടി അടിച്ച് സ്വല്പം കൂടെ വലുതാക്കി. ഓക്കെ, ഇങ്ങനെ ഇരുന്നാലും മതി. മറിച്ച് ഇതിൽ തന്നെ ഇത് വരണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക, മാസ്ക് സെലക്ട് ചെയ്തു, ബ്രഷ് ഞാൻ പതുക്കെ ഇങ്ങനെ പെയിൻറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ അതുമായിട്ട് അതങ്ങ് ബ്ലെൻഡായി. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്ത് വീണ്ടും ഇവിടെ സെലക്ട് ചെയ്ത് വെച്ചിട്ട് ഫയൽ പ്ലേസ് ലിങ്ക്ഡ്, നമുക്കൊരു എഫക്റ്റ് ഉണ്ട്. ഈ ഒരു എഫക്റ്റിനെയും കൂടെ നമുക്ക് ഇതിൻ്റെ അകത്ത് പ്ലേസ് ചെയ്യാം. സെലക്ട് ചെയ്യുക, ഡ്രാഗ് ചെയ്യുക. ഇതേം സെയിം തന്നെയാണ്. സെലക്ട് ചെയ്യുക, ദെൻ ഗോ ടു സ്ക്രീൻ. ഓക്കെ, സ്ക്രീൻ ആക്കുമ്പോൾ ഈ എഫക്റ്റിൻ്റെ അകത്ത് എന്തെങ്കിലും ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ, വരയോ അങ്ങനെ എന്തെങ്കിലും പോലെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, റൈറ്റ് ക്ലിക്ക്, റാസ്റ്ററൈസ് ലെയർ, എന്നിട്ട് ഇതിൻ്റെ അകത്ത് പോയിട്ട് എന്തുണ്ട്, ലെവൽസ് ഉണ്ട് കണ്ടോ, ലെവൽസിനെ ഇതിലോട്ട് പ്ലഗ് ചെയ്യുക. എന്നിട്ട് പതുക്കെ ലെവൽസിനെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഈ ഒരു എഡ്ജ് പതുക്കെ ഇങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതങ്ങ് പോകും. കണ്ടോ, ആ ഒരു ഔട്ട്ലൈന് അതിൽ നിന്നങ്ങ് പോകും. ഓക്കെ, അപ്പോൾ ഏതാ ഉപയോഗിക്കുന്ന, ലെവൽസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എഡ്ജിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ആ എഡ്ജും കട്ടായിട്ട് അങ്ങ് പോകും. അപ്പോൾ ഇത് കംപ്ലീറ്റ് ഫയർ ആണ് അല്ലേ, ഫയർ എഫക്റ്റ് ആണ്. ഇതിന് നമുക്ക് ഇൻറ്റൻസിറ്റി കൂട്ടണമെന്നുണ്ടെങ്കിൽ മൊത്തം ഇൻറ്റൻസിറ്റി കൂട്ടാം. സോ കൺട്രോൾ ഇ. അപ്പോൾ വീണ്ടും പ്രശ്നമായി കണ്ടോ, അതിനൊന്നുമില്ല. വീണ്ടും എന്ത് ചെയ്യുക, അതിനങ്ങ് സ്ക്രീൻ ആക്കുക, അത്രേ ഉള്ളൂ. വേറെ പ്രോബ്ലം ഒന്നും വരത്തില്ല. എന്നിട്ട് അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടണമെന്നുണ്ടെങ്കിൽ ഇമേജിൻ്റെ അകത്ത് അഡ്ജസ്റ്റ്മെൻറ്റ്സിൻ്റെ അകത്ത് എന്ത് ചെയ്യുക, ബ്രൈറ്റ്നസ് ആൻഡ് കോൺട്രാസ്റ്റ് വെച്ചിട്ട് ഇതിനെ മാത്രം അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ സ്വല്പം കൂടെ ഒന്ന് ഇൻറ്റൻസിറ്റി കൂട്ടാം. കണ്ടോ, കൂട്ടാം. അല്ല നിങ്ങൾക്ക് വേറെ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഹ്യൂ സാച്ചുറേഷൻ ആയിരുന്നാലും നമുക്ക് എന്ത് ചെയ്യാം, ഹ്യൂ സാച്ചുറേഷനും നമുക്ക് ഏതാണ് ആ ഒരു പെർട്ടിക്കുലർ ഏരിയക്കകത്ത് വരുന്നത് അതിനെ നമുക്ക് ഇതിന് സാച്ചുറേഷൻ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു പർട്ടിക്കുലർ ഏരിയക്കകത്ത് ലൈറ്റ് മീൻസ് ഒരു ഫയർ വരുമ്പോൾ എന്തായാലും ഈ ഒരു ഫയർ ഇതിലോട്ട് വന്ന് ഹിറ്റ് ചെയ്യില്ലേ, ആ ഒരു സംഭവം ഇല്ലയെന്നുണ്ടെങ്കിൽ അത് റിയലിസ്റ്റിക് ആയിട്ട് മാറത്തില്ല. ഞാൻ ഫയൽ പ്ലേസ് കൊടുത്തിട്ട് വേറെ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്യാനുണ്ടെന്ന് നോക്കാം. ഇതാ ഒരു ഫയറും കൂടെ ഇരിപ്പുണ്ട്. വേണമെങ്കിൽ ഈ ഒരു ഫയറും കൂടെ നമുക്ക് വെച്ച് ബ്ലെൻഡ് ചെയ്യാം. പക്ഷേ എന്ത് ചെയ്യുക, ഇത് കട്ടൊക്കെ ചെയ്തിട്ട് വേറെ ഏരിയക്കകത്ത് വേണമെങ്കിൽ ബ്ലെൻഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് സെലക്ട് സബ്ജക്റ്റ് കൊടുക്കാം. ഓക്കെ, കൺട്രോൾ ഷിഫ്റ്റ് ഐ ഇൻവേഴ്സ്, സെലക്ട് ഇൻവേഴ്സ് ഡിലീറ്റ്. ഓക്കെ, ഇത് റാസ്റ്ററൈസ് ചെയ്യുക, എന്നാൽ മാത്രമേ ഇത് കട്ടാവുള്ളൂ. ഡിലീറ്റ് ചെയ്യും. ഓക്കെ, ഞാൻ കൺട്രോൾ ഡി അടിച്ചിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനെടുത്ത് ഇവിടെ കൊണ്ട് വെച്ച് കൊടുക്കാം. കണ്ടോ, എന്നിട്ട് ഇതിനെ സെലക്ട് ചെയ്തിട്ട് ഇറേസർ ടൂൾ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന്. ഓക്കെ, ഇത് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഒബ്ജക്റ്റിനെ ഇവിടെ വെച്ച് കൊടുക്കാം. അത് മുകളിലും കുറച്ച് പ്രോബ്ലം ഉണ്ട്. അപ്പോൾ ഇതിനെ സെലക്ട് ചെയ്യുക, റെക്റ്റാങ്കിൾ ടൂൾ എടുത്തിട്ട് ഇതിനെ അങ്ങ് കട്ട് ചെയ്ത് കളയുക, ഡിലീറ്റ് ചെയ്ത്. ഓക്കെ, കൺട്രോൾ ഡി, ഇതിനെ സെലക്ട് ചെയ്യുക, ഇവിടെ വെച്ച് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, മാസ്ക് ചെയ്തിട്ട് ഇവിടെ വൈറ്റ്, ഇവിടെ ബ്ലാക്ക്, ജസ്റ്റ് അതിൻ്റെ അകത്തിരിക്കുന്ന ഒരു ഫീൽഡ്
കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് പെയിൻറ്റ് ചെയ്ത് കളയണമെന്നുണ്ടെങ്കിൽ പതുക്കെ ഇതിൻ്റെ ഒപ്പാസിറ്റി അങ്ങ് കുറയ്ക്കുക. എത്ര ആക്കുക? 25 ആക്കിയിട്ട് പതുക്കെ പെയിൻറ്റ് ചെയ്യുക. കണ്ടോ? അതാകുമ്പോൾ അതുമായിട്ട് ലയിച്ചിരിക്കുന്ന ആ ഒരു ഫീൽ നമുക്ക് കിട്ടും സംഭവം. ഇത് വേണമെങ്കിൽ യൂസ് ചെയ്താൽ മതി, ഞാൻ പറയുന്നതേ ഉള്ളൂ. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിന് യൂസ് ചെയ്യാം. റിയലിസ്റ്റിക് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് യൂസ് ചെയ്യേണ്ട. അല്ല അതും കൂടെ ആയിട്ട് മെർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫയൽ പ്ലേസിൽ ഇങ്ങോട്ട് കൊടുക്കുക. നമ്മുടെ ആ ഒരു ഫയർ ഉണ്ടല്ലോ, വേറൊരു ഫയർ അത് ഇവിടെ കിടപ്പുണ്ട് കണ്ടോ, ഇതിനെ ഇവിടെ വെച്ചിട്ട് ഇതുമായിട്ടങ്ങ് മെർജ് ചെയ്ത് കൊടുക്കുക. ഇതിനങ്ങ് സ്ക്രീനാക്കി കഴിയുമ്പോൾ കുറച്ചും കൂടെ ഒരു ഫീൽ കിട്ടി. മനസ്സിലായ സംഭവം? മനസ്സിലായ എന്താണെന്ന്? അപ്പോൾ രണ്ടും രണ്ട് രീതിയിലുള്ള ഫയറും നമുക്കവിടെ കിട്ടി. ഇനി മെയിനായിട്ടുള്ള പ്രശ്നം എന്താണ്? ഇവിടെ വരുമ്പം ഇവിടെ നിന്ന് നല്ല രീതിയിലുള്ള ഫയർ ഇവിടെ വരണം, ഇത്രയും ഭാഗത്ത് വരണ്ടേ? ഇനിയാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. നമുക്ക് നേരെ ആൾ നിൽക്കുന്നുണ്ടല്ലോ, ആൾ നിൽക്കുന്ന ക്യാരക്ടറിനെ കണ്ടല്ലോ. അപ്പോൾ ഈ ക്യാരക്ടറിൻ്റെ ജീപ്പും ഉണ്ട്, ക്യാരക്ടറും ഉണ്ട്. ഈ ക്യാരക്ടറിൻ്റെയും ജീപ്പിൻ്റെയും ഇടയിൽ, ക്യാരക്ടറിൻ്റെയും ജീപ്പിൻ്റെ ഇടയിൽ ഞാനൊരു ഇത് ക്ലിക്ക് ചെയ്തു. അതായത് ക്യാരക്ടറിൻ്റെ മുകളിൽ എന്നിട്ട് ഇവിടെ നിന്ന് ഫയറിൻ്റെ ആ ഒരു കളർ വേണം, ഇങ്ങനെ പിക്ക് ചെയ്യുക. ഓക്കെ എടുക്കുക, ബ്രഷ് ടൂൾ എടുക്കുക. ക്യാരക്ടറിൻ്റെ മുകളിലാണ്, എന്നിട്ട് ക്യാരക്ടറിനെ അങ്ങ് പെയിൻറ്റ് ചെയ്യുക. സോറി, ഇതിൻ്റെ അകത്ത് ഒപ്പാസിറ്റി ഞാൻ കുറച്ചു 100% ആക്കാം. എന്നിട്ട് ക്യാരക്ടറിനെ ഇങ്ങനെ റഫായിട്ട് അങ്ങ് പെയിൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ അകത്ത് ക്യാരക്ടർ മാത്രമല്ല കാറും വരും. തൽക്കാലം നമ്മളിപ്പോൾ ക്യാരക്ടറിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. റൈറ്റ് ക്ലിക്ക്, ക്രിയേറ്റ് ക്ലിപ്പിംഗ് മാസ്ക്. കണ്ടോ? എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഒപ്പാസിറ്റി ഒരു 50% ആക്കി കൊടുക്കാം. 50 ഒരു ഫീൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു 35 ആക്കി കൊടുക്കുക. കണ്ടോ? എന്നാലേ ആ ഒരു ഫീൽ വരുള്ളൂ അവിടെ. അതേപോലെ നമ്മൾ കാറിൻ്റെ മുകളിലും ഒരു പുതിയത് ആഡ് ചെയ്യുന്നു. കാറിൻ്റെ മുകളിൽ നമ്മളിങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. അത് നിങ്ങൾ അൺഈവനായിട്ട് പെയിൻറ്റ് ചെയ്താലും ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഏത് ഏരിയ വേണമെന്ന് പറഞ്ഞാൽ റൈറ്റ് ക്ലിക്ക്, ക്രിയേറ്റ് ക്ലിപ്പിംഗ് മാസ്ക്. ഓക്കെ, ഒപ്പാസിറ്റി പതുക്കെ കുറച്ച് കൊടുക്കുക. കണ്ടോ? വീണ്ടും കുറയ്ക്കണമെങ്കിൽ വീണ്ടും കുറയ്ക്കാം. അത് നമ്മുടെ ഒരു ചോയ്സ് അനുസരിച്ച് എത്ര വേണോ. ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഫീൽ വരില്ല. ഇനിയിപ്പോൾ ഈ ഏരിയയും കൂടെ നമുക്ക് പെയിൻറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പുതിയൊരു ഇത് ആഡ് ചെയ്തിട്ട് അതിൻ്റെ താഴെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഓൾറെഡി മാസ്ക് ആയല്ലോ, ഇനി വെറുതെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. ഓട്ടോമാറ്റിക്കായിട്ടും അത് മാസ്ക് ആയിക്കോളൂ. കണ്ടോ? ആ മാസ്കിൻ്റെ അകത്താണ് നിൽക്കുന്നത്. ജസ്റ്റ് ഒപ്പാസിറ്റി ഒന്ന് കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ ഇൻറ്റൻസിറ്റി ഒക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം എത്രത്തോളം. ഇത് കുറച്ച് ഇൻറ്റൻസിറ്റി കുറയ്ക്കാം, മറ്റേത് കുറച്ചും കൂടെ ഇൻറ്റൻസിറ്റി വേണമെങ്കിൽ കൂട്ടാം. കണ്ടോ? അത് ഫയറിൻ്റെ ഇതനുസരിച്ച്. ഇത് വേണമെങ്കിൽ ഇത്രയും കുറയ്ക്കണ്ട, സ്വല്പം കൂടെ കൂട്ടാം. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് ഫിക്സ് ചെയ്യാം. ഇനി നമുക്ക് എന്തെങ്കിലും ഉണ്ടോ നോക്കാം. ഫയൽ, പ്ലേസ് ലിങ്ക്ഡ്. ഇല്ല, ഇത്രയും കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് മെയിനായിട്ടും ഉള്ളൂ. ഇനി നമുക്ക് മെയിനായിട്ടുള്ള ടാസ്കിലോട്ട് വരാം. ഫുൾ സെലക്ട് ചെയ്യുക. ബാക്ക്ഗ്രൗണ്ട് ഒഴിവാക്കിക്കൊണ്ട്, ബാക്ക്ഗ്രൗണ്ട് ആവശ്യമില്ലല്ലോ, ഫുൾ സെലക്ട് ചെയ്യുക. Ctrl+G ഫോർ ഗ്രൂപ്പിന് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഞാൻ ബാക്കപ്പ് എന്ന് പറയുന്നു. കാരണം ക്ലയൻറ്റ് ഇനി എൻ്റെ അടുത്ത് ചോദിച്ചാൽ എനിക്ക് അപ്ഡേറ്റ് കൊടുക്കണം. അല്ലെങ്കിൽ ഫയൽ സേവ് ആസ് അടിച്ച് വെച്ചാലും മതി. എന്നിട്ട് ഞാനിപ്പോൾ Ctrl+J അടിച്ചിട്ട് ആ ബാക്കപ്പിൻ്റെ കോപ്പി ഓൺ ആക്കിയിട്ട് ഇതങ്ങ് ഓഫ് ചെയ്തു. എന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, കൺവേർട്ട് ടു സ്മാർട്ട് ഒബ്ജക്റ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് വേണോ എഡിറ്റ് ചെയ്യാമല്ലോ. നമ്മളതിൽ ഹിസ്റ്ററി ഉണ്ട്. ഇനി ഇത് സെലക്ട് ചെയ്തിട്ട് ഒരു കളർ ലുക്കപ്പ് എടുത്തിട്ട് നമുക്ക് ഈ കളർ ലുക്കപ്പിൽ ചെക്ക് ചെയ്യാം. ഇതിൽ ഏറ്റവും നല്ല ലുക്ക് ഏതാണെന്ന്. ലുക്ക് ആൻഡ് ഫീൽ അതേപോലെ ഹൊറർ ബ്ലൂ, ടെൻഷൻ ഗ്രീന്. കണ്ടോ? അപ്പോൾ ഏതാണ് നമുക്ക് കറക്റ്റായിട്ട് ഫീൽ ചെയ്യുന്ന ലൈറ്റ് സൺസെറ്റ്. കണ്ടോ? ലൈറ്റ് സൺസെറ്റ് ഏതാണെന്ന് പറഞ്ഞാൽ നമ്മൾ അതിലേക്ക് ബ്ലെൻഡ് ചെയ്യുക. ഞാനിപ്പോൾ ലൈറ്റ് സൺസെറ്റ് ആണ്. മൂൺലൈറ്റിനും കുഴപ്പമില്ല. ലൈറ്റ് സൺസെറ്റ് ആണ് എനിക്ക് കുറച്ചുകൂടെ നന്നായിട്ട് ഫീൽ ചെയ്യുന്നത്. ഇത് കണ്ട, ഈ ഏരിയയ്ക്കകത്ത് കുറച്ച് ബ്ലാക്ക് വന്നുപോയി ഇല്ലേ? ബ്ലാക്ക് വന്നുപോയി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഒറിജിനലിൽ പോയിട്ട് ബാക്കപ്പിൽ പോയിട്ട് ഇതിൻ്റെ ബ്ലാക്കിൻ്റെ അകത്ത് സ്വല്പം ഇൻറ്റൻസിറ്റി കുറയ്ക്കണം. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരാം. ഇത് ഓക്കെയാണ്, ഇത്രയും പിടികിട്ടിയല്ലോ. ഇനി നമുക്ക് ഒരു കാര്യം കൂടെ ചെയ്യാം. ഇത് ഈ കളർ ലുക്കപ്പ് ഇതിനെയും കൂടെ നമുക്ക് ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തിട്ട് Ctrl+E അടിച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും അങ്ങ് ബ്ലെൻഡായി. ഇനി ഫിൽട്ടർ, ക്യാമറ, റോ ഫിൽട്ടർ. നമ്മുടെ ആ മെയിൻ ടോൺ നമുക്ക് കിട്ടിക്കഴിഞ്ഞ് ഇനി നമ്മൾ ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഏതാണ്, നൈറ്റാണോ കുറച്ചും കൂടെ ഒന്ന് ബ്രൈറ്റ് ആക്കണോ അതേ ഡൾ ആക്കണോ എന്നുള്ള കാര്യം തീരുമാനിക്കുക. എക്സ്പോഷർ കുറയ്ക്കണോ കൂട്ടണോ.
കോൺട്രാസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യണോ, കണ്ടോ, ഹൈലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യണോ, വൈറ്റ്, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഗ്രേഡൊക്കെ ചെയ്തിട്ട് ബ്ലെൻഡൊക്കെ ചെയ്ത് പ്രോപ്പറായിട്ട് ഓക്കെ അടിച്ചെടുക്കുക. ഓക്കെ, ഞാൻ എഫ് അടിക്കുമ്പോൾ നമ്മുടെ മാനിപ്പുലേറ്റ് ചെയ്ത ഇമേജ് ഇതാണ്, നമ്മുടെ മാനിപ്പുലേറ്റ് ചെയ്ത ഇമേജ്. ഓക്കെ, ഇനി വേണമെങ്കിൽ അവൻ്റെ ഷാഡോയും കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഷാഡോയും കാര്യങ്ങളും എല്ലാം നമുക്ക് കൊടുക്കാം. ഇവൻ നിൽക്കുന്ന സമയത്ത് അതിൻ്റെ ഓപ്പോസിറ്റ് ഷാഡോ വരണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു ഷാഡോ വേണമെങ്കിലും നമുക്ക് അതിൻ്റെ അകത്ത് കൊടുക്കാം. ഓക്കെ, അറിയാമല്ലോ ഷാഡോ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന്. ഷാഡോ അല്ല, റിഫ്ലക്ഷൻ, തിരിച്ചുള്ള റിഫ്ലക്ഷനും കൂടെ കൊടുക്കുക. ഇപ്പോൾ ലൈറ്റ് ഇങ്ങനെ അടിക്കുന്ന സമയത്ത് റിഫ്ലക്ഷൻ എന്താണ് തിരിഞ്ഞു വരും. അപ്പം വളരെ മൈന്യൂട്ടായിട്ടുള്ള റിഫ്ലക്ഷനും കൂടെ അവിടെ കൊടുക്കുക സംഭവം. ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്.